നിന്റെ കൂടെ നടന്നു നടന്ന് ഞാനും ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പോലെയായി. ഇനി എത്ര ദൂരം ഉണ്ട് ഈ ഹനുമാൻ കൊണ്ടേക്ക്? വേണ്ടി ഇൻക എത്രക്ക് എന്താണോ തെലുങ്കില്? ഓ എന്തെങ്കിലും ആവട്ടെ. എത്ര ദൂരമിലോ ഹനുമാൻ കൊണ്ടലോ അക്കനെ അക്കട നീ പറഞ്ഞ ഗുഹ ഗുഹ ഉണ്ടാവലു? അതോ നമ്മളീ നടക്കണതൊക്കെ വെറുതെ ആവോ? നടന്നു നടന്ന് എന്റെ കാല് കഴിച്ചു. ഇനി ഞാൻ കുറച്ചേരം അതിന്റെ പുറത്തുനിന്ന് കയറി നോക്കിയാലോ? നീ ഇറങ്ങലു, ഞാൻ കേറലു. ഇറങ്ങ. സുവാനി പാടലം മരാമലാല വിസുവെന്നല സുവെന്നലാല സുവാനി പാടലം മരാമലാല രഘുരാമലാല ആസു ആസു ആസു. ഞാനിപ്പോ ഇതുവഴി വന്നില്ലായിരുന്നെങ്കിൽ ഈ അപൂർവസുന്ദരമായ കാഴ്ച എനിക്ക് നഷ്ടപ്പെടുമായിരുന്നല്ലോ എന്റെ ഈശ്വര. നിക്ക് നിക്ക്, ഞാൻ തന്നെ തിരക്കി ഇറങ്ങിയതാ. മിട്ടുവിന്റെ അമ്മ പറഞ്ഞു കൂട്ടുകാരെ കൂടെ പോണാണ്ടോന്ന്. ജോലിയുടെ കാര്യം പവിയേട്ടൻ പറഞ്ഞു. എന്ത് ജോലിയാ? എന്തെങ്കിലും നല്ലൊരു ജോലി ഞാൻ തരട്ടെ. എന്നെ പ്രേമിക്കുക. വൈക്കം മുഹമ്മദ് ബഷീർ പ്രേമലേഖനത്തിൽ പറഞ്ഞ പോലെ ഞാൻ മാസാമാസം കൃത്യമായിട്ട് ശമ്പളം തന്നോളാം. എന്താ? ഞാൻ ഓർക്കായിരുന്നു, മീനാക്ഷിക്ക് പറ്റിയൊരു ജോലി വേണമല്ലോ. സ്കൂളിലായിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു അല്ലേ? വല്ല ട്യൂട്ടറായിട്ടോ മറ്റോ. ഡിഗ്രിക്ക് എന്തായിരുന്നു സബ്ജക്ട്? മാത്സ്. ഒരു മിസ്സിസ് നായരുണ്ടേ ഈ മലയാളി ക്ലബ്ബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് അവരെ നല്ല പരിചയ. പവിയേട്ടൻ അതാ പറഞ്ഞത്. അവർ നടത്തുന്ന ഒരു സ്കൂളുണ്ട് ആലന ഹോണ്ടയില്. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇവിടുന്ന് 10-30 കിലോമീറ്റർ പോകണം. ട്രെയിനിൽ പോവാം, അതാവും സൗകര്യം. ഷട്ടിലുണ്ടേ രാവിലെയും വൈകിട്ടും. സീസൺ ടിക്കറ്റ് എടുത്താൽ മതി. ഇവിടുന്ന് 3ാമത്തെ സ്റ്റേഷനാ. ബോറടി മാറ്റാൻ യാത്രയൊരു രസാ. മീനാക്ഷിയുടെ കാര്യത്തില് താൻ തന്റെ മുഴുവൻ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് മിസസ് നായർ എങ്ങനെയെങ്കിലും വളയ്ക്കണമെന്ന് പവിയേട്ടൻ പറഞ്ഞപ്പോ എനിക്കൊരു ത്രില്ല്. നോക്കാം. ഓ പിന്നെ ഞാൻ കഴുതയുടെ പുറത്ത് കയറിയ കാര്യം പവിയേട്ടനോടും ഉമ്മേച്ചിയോടും പറയണ്ട. കളിയാക്കും അവര്. ഓ എന്നിട്ട് അത് പിന്നെ പവിയുടെ ചുമ്മാ താൻ കാണിക്കണോ? കഴുതയുടെ പുറത്ത് കയറി ഇരുന്നിട്ട് പാമ്പരട്ടെ ഇങ്ങോട്ട് വാ. താൻ കാണിക്കണോ? അല്ല അത് പിന്നെ താൻ കാണിക്കണോ? ശരി തുടങ്ങാം. ഇത് കഴുത അല്ല, ഇത് കഴുതാന്ന് സങ്കല്പിക്കാം. അത് ശരി. ഈ കഴുതയുടെ പുറത്ത് ചുറ്റും കുറെ ഫ്രണ്ട്സും വേറെ കുറെ കഴുതകളും വിത്ത് തെലുങ്ക് പാട്ട്. സുവി സുവന്നല സുവന്നലാല സുവന്നലാല സുവാനി പാടുതമ്മ രാമലാല രഘുരാമലാല ആസു 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 ആസു. അപ്പോൾ അവൾ തന്നെ കണ്ടു അല്ലേ? കണ്ടു. എന്നിട്ട് കഴുതയുടെ പുറത്തുനിന്ന് അവൾ ഇറങ്ങിയത് കൂടെ ഒന്ന് കാണിച്ച്. പിന്നെ ഞാൻ കഴുതപ്പുറത്ത് കയറിയ കാര്യേ പവിയേട്ടോടും ഉമ്മേച്ചിയോടും പറയരുത്, അവരെന്നെ കളിയേക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ഈ ഗൗരവം ബലപ്പെടുത്തൊക്കെ. പുറത്തിറങ്ങിയാൽ ഏതെങ്കിലും കഴുതയുടെ പുറത്ത് കയറുക, കുന്നും ചെറിയ പോയിരുന്ന പാട്ട് പാടുക. പക്ഷേ ഒരു കാര്യം, മീനാക്ഷിയുടെ ആരോഗ്യകരമായ ഈ മാറ്റത്തിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ മാന്യ സുഹൃത്ത് ഗിരിയാർ മേനോന് ഞാൻ നൽകുകയാണ്. മീനാക്ഷി ഇനി ചമ്മണ്ട കാര്യമൊന്നുമില്ല. എന്താ ഇത്? ഓ ഒരു മിനിറ്റ്. എന്നെയാ? അതെ, ഷൈനിങ് നന്നായിട്ടുണ്ട്. ഞാൻ ചമ്മീന്നൊന്നും വിചാരിക്കണ്ട, നല്ല തൊലിക്കട്ടി എനിക്ക്. ഓ തന്റെ മുഖത്തൊരു ചമ്മലുണ്ടല്ലോ. അവൾ എന്താ പറഞ്ഞേ? ജോലിയുടെ കാര്യം എന്തായെന്ന് ഞാൻ മിസ്സസ് നായരെ വിളിച്ചിട്ടുണ്ട്. നാളെ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. 30 വർഷങ്ങൾക്ക് മുമ്പ് 25 കുട്ടികളുമായി എന്റെ ഹസ്ബൻഡ് തുടങ്ങിയ ഒരു സ്കൂളാണിത്. ഇന്നിപ്പോ 1200ഓളം കുട്ടികളുമായി വളരെ നല്ല റെപ്യൂട്ടേഷനോടുകൂടി നടക്കുന്ന ഒരു സ്ഥാപനമാണ്. എനിക്ക് വേണമെങ്കിൽ 1-1.5 ലക്ഷം വാങ്ങിക്കാം ഒരു പോസ്റ്റിന്. പക്ഷെ പണമല്ല, മെറിറ്റും എഫിഷ്യൻസിയുമേ ഞാൻ നോക്കാറുള്ളൂ. എനിക്കറിയാം. എന്നാലും ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ച്
ഗിരി വന്ന ഒരു കാര്യം പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ബട്ട് നൗ ഐ എം സോറി ഗിരി. ആ കുട്ടിക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു പോയി. ഒരു ടെമ്പററി പോസ്റ്റെങ്കിലും ശമ്പളം അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയില് ഷീ ബാഡ്ലി നീഡ്സ് ടു ബി എൻഗേജ് സംവെയർ. ആ കുട്ടി ഗിരിയുടെ ആരാണെന്നാ പറഞ്ഞത്? എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററില്ല. ഓ, അത്രയല്ലേ ഉള്ളൂ? അത്രയല്ല. പിന്നെ മാഡം എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്താ വല്ല പ്രേമവും കുടുങ്ങിയിട്ടുണ്ടോ ഫ്രണ്ടിന്റെ സിസ്റ്ററിലായിട്ട്? അയ്യേ, അങ്ങനെയൊന്നുമില്ല. പൂങ്കുന്നത്ത് ബാലകൃഷ്ണ മേനോന്റെ മോനല്ലേ താൻ? പണ്ട് മഹാരാജ് കോളേജിൽ ഒരുമിച്ച് പഠിക്കുമ്പോ എനിക്ക് പ്രേമലേഖനം തന്നിട്ടുണ്ട് തന്റെ അച്ഛൻ. മലയാളി ക്ലബിന്റെ വാർഷികത്തിന് വന്നപ്പോ മാഡം പറഞ്ഞായിരുന്നു ഒരിക്കല്. അതെ അതെ, മറക്കാൻ പറ്റില്ല ആ വിദ്വാനെ. പരമരസികനായിരുന്നു. കവിതയും പാട്ടും രാഷ്ട്രീയൊക്കെ ആയി. ഞങ്ങൾ പെൺകുട്ടികളുടെ ഒക്കെ ഒരു ഹീറോ ആയിരുന്നു. മരിച്ചിട്ടിപ്പോ 5 വർഷം. എന്താ കുട്ടിയുടെ സബ്ജക്ട്? മാത്സ്. അയ്യോ, അപ്പൊ പ്രശ്നമാണല്ലോ. മാത്സിന് ഇപ്പൊ തന്നെ ആളധികമാ. ആ കുട്ടി നന്നായി ഡാൻസ് ചെയ്യുന്നല്ലേ ഗിരി പറഞ്ഞത്? ഒരു കാര്യം ചെയ്യും, കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ച ഒരു വിമല ടീച്ചറാണ് ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നത്. ആ കുട്ടി ഡെലിവറിക്ക് നാട്ടിൽ പോവാണ്. തൽക്കാലം ഡാൻസ് പഠിപ്പിക്കുന്നു വെച്ചാൽ ആ കുട്ടിയുടെ ലീവ് വേക്കൻസിയിൽ കയറിക്കൊള്ളാൻ പറ.